ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് സൂവിലേക്ക് പോവുകയാണ്. ഇവിടെ അമേരിക്കയിൽ ഇപ്പോൾ അടുത്തുള്ളൊരു സൂ ഉണ്ട്. അപ്പോൾ അതേ ഇവിടെ നിന്ന് പോകാനായിട്ട് രാവിലെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഇപ്പം എൻ്റെ കസിൻസും എല്ലാവരോടും നമ്മളിന്ന് സൂ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിതേ വണ്ടിയെ കയറിയിട്ട് ഇവിടെ ജസ്റ്റ് വണ്ടി ഓടിക്കുകയാണ്. അപ്പാപ്പയുണ്ട്, അച്ചുക്കുട്ടനുണ്ട്. അപ്പാപ്പി, നമ്മുടെ ട്രിപ്പിനെ പറ്റി എന്തെങ്കിലും പറ. ഇത് വളരെ ഒരു സന്തോഷപ്രദമായിട്ടുള്ള ഒരു യാത്രയാണ്. 2 ഫാമിലി ഉണ്ട്. ഇവിടുന്ന് ഒരു 2 മണിക്കൂർ യാത്ര അങ്ങോട്ടുണ്ട്. അവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ടെന്നാണ് പറയുന്നത്. പാർക്കോ ബീച്ചോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നതാണ്. ഗൈസ്, അപ്പൊ നമ്മള് ഇപ്പൊ നേരെ സൂര്യോട്ട് വന്നു. അവിടെ നിന്ന് നേരെ ബീച്ചിലോട്ട് പോകും. ഗൈസ്, ഭയങ്കര മഴയാണ് ഇവിടെ. അത് കാരണം നമുക്ക് ഇപ്പൊ അവിടെ എത്തുമ്പോഴത്തേന് എങ്ങനെയായിരിക്കും അവസ്ഥ എന്നറിയത്തില്ല. മഴയാണ്. നമുക്ക് ഇവിടെ ഔട്ട്ഡോർ സൂ ആണ്. അപ്പൊ നമുക്ക് അത് ഇച്ചിരി പാടായിരിക്കും മഴയാണെങ്കിൽ ഇച്ചിരി ടാസ്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് ഏതായാലും നോക്കാം. അപ്പൊ നമ്മളിത് ഏകദേശം ഇവിടെ എത്താറായിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദൂരമുള്ളൂ, ഏകദേശം ഒരു 5 മിനിറ്റ് യാത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ അതേ ജസ്റ്റിനൊക്കെ ഇവിടെ പറപ്പിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതേ ജസ്റ്റിനൊന്ന് കാണാം. അപ്പാപ്പയുണ്ടോ? അപ്പം എന്തൊക്കെയോ പരിപാടികളിലാണ്. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഏകദേശം എത്തിയിട്ട് ഇനിയിപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ അതേ നമ്മളിവിടെ സൂ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതേ ഇനിയിപ്പോൾ നമുക്കൊന്ന് പാർക്ക് ചെയ്തിട്ട് ബാക്കിയൊക്കെ കാണാം നമുക്ക്. ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ സൂവിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളോട് എല്ലാവരും ഉണ്ട്. ബാക്കിലൂടെ എല്ലാവരും നടന്നു വരുന്നുണ്ടല്ലേ. വേണ്ട, അച്ചുക്കുട്ടനൊക്കെ പോകുന്നുണ്ടോ? അപ്പാപ്പിതേ എല്ലാം സെറ്റായിട്ട് വന്നേക്കുന്നത് കണ്ടോ. അപ്പാപ്പിതേ സെറ്റായിട്ട് പോകുന്നുണ്ടല്ലേ. നല്ല ഒരു എൻജോയ്മെന്റുള്ള യാത്രയാണ്. ഇപ്പൊ ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സുഖമുണ്ട്. പിന്നെ ഇതാണ് സൂവിൻ്റെ എൻട്രൻസ്. സൗത്ത് വിക്സ് സൂ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുകയാണ്. അകത്ത് എന്തൊക്കെയൊക്കെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അവിടെ എന്തൊക്കെയോ റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ അകത്ത് കയറി റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ നോർമലായിട്ട് കയറുകയാണെങ്കിൽ $32. ഇപ്പോൾ നമുക്ക് റൈഡ്സ് ഒക്കെ ഉള്ളോട്ട് കയറുകയാണെങ്കിൽ $44 വെച്ച് കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് 12 പേരുണ്ടെങ്കിൽ $264 മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ കൊടുത്താൽ മതി. പിന്നെ വെനസ്ഡേസിലൊക്കെ നമുക്കിവിടെ ഓഫുണ്ട്. നമ്മളോട് ടിക്കറ്റ് എടുക്കുകയാണ്. ഇവിടെ എല്ലാവരും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക. എല്ലാവരും കണ്ടില്ലേ, എല്ലാവരും ഏത് ടിക്കറ്റ് എടുക്കണം എന്നുള്ള ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മീകത ടിക്കറ്റ് എടുക്കാൻ പോയി. താങ്ക് യു. നമുക്കിവിടെ $51 മൊത്തത്തിൽ അയക്കുന്നത്. ഏകദേശം നാട്ടിൽ ഒരു 20K അടുത്തായിട്ടുണ്ട്. അതിനെ ഉപദ്രവിച്ചാലേ ഉള്ളൂ. കങ്കാരു ഓടി വരുന്നുണ്ടായി. സൂവിൻ്റെ മാപ്പാണിത്. നമുക്കിനി ഇവിടുന്ന് എവിടോട്ട് പോകണമെങ്കിൽ ഇത് നോക്കിയിട്ട് പോയാൽ മതി. അപ്പം എവിടെയാണ് എല്ലാ ജീവികളെന്നൊക്കെ അറിയാൻ പറ്റും. ഗൈസ്, ഈ ആമയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെ, ഇതുണ്ട് പിസ്സയൊക്കെ കിട്ടുന്ന ഷോപ്പാണ്. ഇതിൻ്റെ അകത്ത് റെഡ് ബാറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കി നോക്കാം, കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇവനാണ് നമ്മുടെ കുക്കാബുര. നമ്മുടെ ബാറ്റിൻ്റെ ഒക്കെ പേരിട്ടില്ല, കുക്കാബുര ബാറ്റ്. ഇവിടെ ആരും അറിയാതെ ഒളിച്ചൊരു പന്നിക്കൂട്ടം കിടക്കുന്നു. സൂ എങ്ങനെയുണ്ട്? അമ്മ സൂ എങ്ങനെയുണ്ട്? ആന്റി സൂ എങ്ങനെയുണ്ട്? ഓ, സിപ്ലൈനൊക്കെ ഉണ്ട്. ഈ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എന്റർടൈൻമെന്റ് പൊക്കോണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു സംഭവമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ ആദ്യമായിട്ട് ഇത് കാണുന്നു.
പ്രത്യേകിച്ച് അമേരിക്ക വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ കാണുന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ള യൂസേട്ടാണ്. ഞാൻ ശരിക്കും എന്റർടൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഗായ്സ് ഇത് കണ്ടോ, നല്ല കളറുള്ള ഇതിന് കളറുണ്ടോ ഗായ്സ്? ഓയ് ഓയ് ക്യാമറ കൊക്ക് പോകുന്ന രീതി തോന്നെങ്കിലും ഇതിൻ്റെയൊക്കെ ലൈഫ് നല്ല നീളമുള്ളതാണ്. നല്ലൊരു പ്രായം വരെ ജീവിച്ചിരിക്കുന്നൊരു ജീവിയാണിത്. കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതൊട്ട് മനുഷ്യനായിട്ട് അത്ര ഇണങ്ങി പോരുന്നല്ലാത്തതുകൊണ്ട് നമ്മളെ ഇതിനെ ഇങ്ങനെ കാഴ്ചമംഗളാലൊക്കെ കാണത്തുള്ളൂ. പക്ഷെ ഇതിനൊക്കെ നല്ലൊരു നല്ല കളറല്ലേ? പിന്നെ ഇത് മുട്ടയിട്ട് തന്നെയാണ് ഇത് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ഇവിടുത്തെ ആൾക്കാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് മുട്ടയിട്ടാണ് ആ കുഞ്ഞുങ്ങളെ വിരിച്ചാണെങ്കിൽ ഇത്രയും കുഞ്ഞുങ്ങൾ കൊണ്ടാണ്. ഇതെല്ലാം കുഞ്ഞുങ്ങളാണ്, അധികം പ്രായമൊന്നുമില്ല, 3-4 മാസം പ്രായമേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. നമ്മളെ മുതലക്കളുണ്ട്. മേളിൽ നിന്നുള്ള ഒരാൾ താഴെ വീണ് കഴിഞ്ഞാൽ അയാളുടെ ജീവിതം തീർന്നു. എൻ്റെ അത് മൊത്തം മുതലയാണ്. അപ്പം മേളിൽ ഒരു സിപ്ലൈനിൽ നിന്ന് ഒരാൾ തറയെ വീണ് കഴിഞ്ഞാൽ മുതല അടിക്കും. ഗൈസ് ഇത് കണ്ട് മുതല കിടക്കുന്നുണ്ട്. മുതല നല്ല ഒന്നാം തന്നെ ക്രോക്കഡൈൽ. ഓ അതെ, അത് ജിറാഫ് ഡയറ്റിലാണ്, സ്പെഷ്യൽ ഡയറ്റിലാണ് ജിറാഫ്. വണ്ണം കുറയ്ക്കാനായിരിക്കും. ഓ ഗൈസ്, നമ്മൾ ഫോണിൽ കൂടെ കാണുന്നതല്ലത് ഭയങ്കര വലിപ്പമുള്ള ജിറാഫാണ്. ഗൈസ് ഇത് കണ്ടോ ഗൈസ്, ഇത് നമ്മുടെ ലിയോയ്ക്കകത്ത് കണ്ട ഹൈനയാണ്. ദേ അവിടെയാണ് കിടക്കുന്നത്. പക്ഷെ അതൊന്നും അനങ്ങുന്നില്ല ഗൈസ്, കാണുന്നില്ല ഗൈസ്. ഹൈന അപ്പൊ ഇതിൻ്റെ അകത്ത് പുറത്തേക്കണം. So they're very timid. The little girls, you have to just be very careful, and then she'll eat out of your hand. Okay, there. Guys, ഇത് കണ്ടോ guys, Good girl. Oh, it's good. ഇത് കണ്ടോ, ഇതിനെല്ലാം കൊമ്പുണ്ട് guys. Don't touch the antlers. Under here, that's red. It's all blood. Okay. And so this is all going to fall off, and then it will be bone. But right now, it's sensitive. Huh. He usually moves if you touch it. Well, you don't care? I can touch here or? Yeah. the body. കണ്ടോ I'll feed him and you can touch him. Here. പപ്പി ഇതേ കൈ സാധനം തരും. അത് ഏതാണ്ടോ Hard. പപ്പി നല്ല കട്ടിക്ക് തോട് എന്നാലേ എന്നാലും അതിന് സൂചിക്കത്തുള്ളത്. അല്ലെങ്കിൽ അത് അതിന് ഇഷ്ടപ്പെടത്തില്ല. അത് ഇഷ്ടപ്പെടത്തില്ല. അമ്മേ മാറിക്ക്. അല്ല അവരെല്ലാം പറയാ ഇത് കത്തിക്കത്തോടെ ചെയ്തുണ്ട്. കോയിൻ ഇട്ട് നമ്മളിങ്ങനെ കറക്കണം. അപ്പോഴേ സാധനം വരും. അല്ല അതേപോലെ ഇത്ര കിട്ടത്തുള്ളൂ. ഗൈസ് ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ വരും. അയ്യോ കയ്യിൽ നിന്ന് മൊത്തം കൊണ്ടുപോയി ഗൈസ്, മൊത്തം തറയിടും. ആ അതെ ജസ്റ്റിനൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതെ മൊത്തം കണ്ടോ, ജസ്റ്റിന് ഫീഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റിനെ കൊമ്പ് വെച്ച് കാച്ചിട്ടോ കഴിഞ്ഞു. ഇതേ മീക ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അപ്പാപ്പി വരുന്നുണ്ട്. അപ്പാപ്പി ഇപ്പൊ വരുമ്പോ ഇവിടുത്തെ മാനെല്ലാം ഓടും. പാപ്പി അച്ചു കൊടുത്തില്ല. ചൂടാ ഒരു മിനിറ്റ് 2 എണ്ണം. ഗൈസ് നമ്മളവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതെങ്ങനെ കഴിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതുണ്ടോ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിപ്പം ഇത് ന്യൂട്ടൽ ഒട്ടിക്കണ്ടേ. ന്യൂട്ടല ഉണ്ടായിരുന്നു, വാനില ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതേ ഇവിടെ ന്യൂട്ടലെടുത്തു. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതിനുള്ള ക്രാൻബെറി ജ്യൂസ് ഉണ്ട്, സ്ട്രോബെറി ജ്യൂസ് ഉണ്ട്. ജ്യൂസ് എങ്ങനെ ഉണ്ട്? ജ്യൂസ് കൊള്ളാവോ?
ഗൈസ് അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ബർഗർ കിങ്ങിലോട്ട് പോകാമെന്നാണ് പറഞ്ഞത്. ഇനി അവിടെ നിന്ന് നമുക്ക് ഫുഡും കഴിച്ചിട്ട് ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. ഗൈസ് ഇതിൻ്റെ നമ്മളിത് ബർഗർ കിങ്ങിലോട്ട് കയറും കേട്ടോ. ബർഗർ കിങ്ങിലോട്ട് പാപ്പി എഴുതുന്നുണ്ട്. എല്ലാവരും കയറും ബർഗർ കിങ്. നമുക്ക് ബർഗർ കഴിക്കുന്ന ചിക്കനാണ് വന്നപ്പോൾ തന്നെ തൊപ്പിക്കരുത് വെച്ചത്. ഇപ്പം തന്നെ മാവേലി കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇവിടെ ചിക്കൻ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നു. ബേക്കനുണ്ട്, അതിൻ്റെ കാര്യം പറഞ്ഞില്ല. ഞാൻ ചോദിച്ചിട്ട് അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. എല്ലാവരും അമ്മയൊക്കെ സൈഡ് ചെയ്തു. ഇവിടെ നമ്മൾ ബർഗർ കിങ് എന്നാൽ നമുക്ക് ഫാൻറ്റിക്കൊക്കെ ഒരു കപ്പ് തരുന്നത്. അതേ കപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഫാൻറ്റിക്ക് നമ്മളിവിടെ സെലക്ട് ചെയ്ത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ പോർ ചെയ്യുക. ഉണ്ടോ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം കളയിലേക്ക് അതിങ്ങനെ എടുത്തിട്ട് ഒരു ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഫാൻറ്റൊക്കെ എടുക്കുന്നത്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത് ബർഗറൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 8 ബർഗറാണ് പറഞ്ഞത്. 8 ബർഗർ 8 ഫ്രൈസ്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ് തെറ്റിപ്പോയായിരുന്നു. നമ്മൾ ബേക്കനും ചിക്കനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ബർഗറായിരുന്നു വന്നത്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ബീച്ചിലോട്ടാണ്. അവിടെ ചെന്നിട്ട് നമുക്കിനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇല്ല കണ്ടോ, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഷൂ ഒക്കെ മാറി ചെരുപ്പൊക്കെ ഇട്ടതേ ഇങ്ങനെ ഇറങ്ങി. ഇവിടെ നോക്കുവാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട് ബീച്ചിൽ. ഇപ്പോൾ നമുക്കിനിയിപ്പോൾ പോകേണ്ടത് ആ സൈഡിലോട്ടാണ്. ക്ലൈമറ്റ് ഇപ്പം സമ്മർ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഇവിടെ ബീച്ചിലോട്ട് വരുന്ന സമയമാണ്. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ബീച്ചിലോട്ട് പോയിട്ട് ബീച്ചിലെ കാഴ്ചകൾ കാണിച്ചു തരാം. എന്തോ അപ്പാപ്പയോട് പറ. ഇത് നല്ല ഈ പ്രകൃതി രമണീയമായിട്ടൊരു സ്ഥലത്തൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നല്ലൊരു ഭാഗത്തോടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി രമണീയമായിട്ടുള്ള ഭാഗങ്ങൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പച്ച പുൽത്തകിടികളും ഇതെല്ലാം ഉണ്ട്. പിന്നെ അതുപോലൊക്കെ തന്നെ നമ്മളിപ്പോൾ കടലൊരു ഭാഗത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മളെപ്പോഴും നമ്മളെ ഈ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണിത്. ഞാൻ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ ഹാപ്പിയാണ്. ഇത് ഇങ്ങനൊരു സ്ഥലം കാണാൻ പറ്റിയതും ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷകാരിയാണ്. അതൊക്കെ ഞാൻ സന്തോഷിക്കുന്നു. ഇതൊക്കെ നിങ്ങളുടെയൊക്കെ പങ്കുവെക്കുമ്പോഴാണ് നമുക്കിതിനകത്തൊരു സന്തോഷം ഉണ്ടാകുന്നത്. ഞങ്ങൾ ബീച്ചിലെത്തിയേക്കുവാണ്. ഇനിയിപ്പോൾ ഇവിടെ എല്ലാവരും നീന്താന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കടലിലോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം നൈസ് വരുതേ മേഘുണ്ട്. പ്രിപ്പയർഡ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഏതായാലും സെറ്റപ്പ്. നമ്മളിതേ ബീച്ചിലോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഇങ്ങനെ നമുക്ക് ടാൻ അടിക്കാൻ വേണ്ടി ഒന്ന് ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ എല്ലാവരും ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഉള്ളല്ലേ 2-3 മാസം ഉണ്ടാവുള്ള സമ്മർ. അപ്പം അങ്ങനെ ഒരു സമ്മറിൻ്റെ ഇതിലേക്ക് ഇപ്പം എല്ലാവരും അങ്ങനെ വരുന്നതാണ്. അച്ഛൻ ജസ്റ്റിനോട് നേരെ ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവരിനിയിപ്പോൾ എങ്ങനെ ഇറങ്ങുന്നത് നമുക്ക് നോക്കാം. റെഡിയാണോ? ജസ്റ്റിൻ്റെ ഇറങ്ങാൻ പോവാണ്. ഗൈസ് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള അമേരിക്കൻ വീഡിയോസൊക്കെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഇത് കണ്ടു, ഇതാണ് നമ്മുടെ ബീച്ചിലോട്ട് വ്യൂ ആണല്ലോ. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു 25 സെൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലോട്ടുള്ള വ്യൂസ് മൊത്തത്തിൽ അങ്ങ് ദൂരേക്ക് കാണാൻ പറ്റും.
ഞങ്ങൾ മുമ്പേ നോക്കിയായിരുന്നു. നല്ല രസമായിരുന്നു. മുമ്പോട്ടുള്ള ബോട്ടുകൾ കാര്യങ്ങളൊക്കെ കാണാം. മൊത്തത്തിൽ ക്ലിയർ ആയിട്ടുള്ളൊരു വിഷയം കിട്ടും. എന്താ അങ്ങോട്ടുള്ള എല്ലാ വിഷ്വൽസും കിട്ടും. ഗൈസ്, അപ്പോൾ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ഇന്നത്തെ കഴിഞ്ഞു. ദേ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. പാപ്പി കുളിച്ചിട്ട് കേട്ടോ. അതിനകത്ത് ചാടിയില്ല. കാരണം ചാടിക്കഴിഞ്ഞാൽ വെറുതെ നമ്മുടെ ഡ്രസ്സൊക്കെ മറന്നിട്ട് വരും. അതുകൊണ്ട് ഞാൻ ചാടിയില്ല. പക്ഷെ എങ്കിലും നല്ല ആനന്ദകരമായ രീതിയിലുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നത്. അത് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ ഇവരെല്ലാം കുളിച്ച് നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ എൻജോയ് ചെയ്തത്. ഓക്കെ, അത് തന്നെ. പിന്നെ കുളിക്കാൻ വന്നവരെല്ലാം കണ്ടപ്പോൾ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അതെ 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 അതെ. സംഗതി ടോട്ടലി നല്ല അടിപൊളിയായിരുന്നു. ബാക്കി എല്ലാവരും കുളിച്ചു. ഇപ്പൊ എല്ലാവരും നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര വൃത്തിയൊന്നുമില്ല, ഒരു സുഖമില്ല. പിന്നെ തിരമാല എന്ന് പറയുന്ന സാധനമൊക്കെ ഭയങ്കര കുറവാ. നാട്ടിലാണ് അത് കുറെ കഴിയും തിരമാല വരുമ്പോഴത്തേക്ക്. തിരമാല ഇവിടെ കുറവാന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് വൈകുന്നേരം തിരമാല വരത്തുള്ളൂ. ഇപ്പം നോർമലായിട്ട് പോകുന്നുള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ തിരമാല വരും. ഓക്കെ, അത് വൈകുന്നേരം ഇതിപ്പോ രാത്രി മണി 6. ഇവിടെ 9 മണിയാകുമ്പോഴേ ഇവിടെ ഇരുട്ടുന്നത്. ഓക്കെ, 9 മണിയാകുമ്പോ ഗൈസ് തിരമാല വന്നിരുന്നാണ് പപ്പി പറയുന്നത്. കാത്തിരിക്കണം. അപ്പൊ ഗൈസ് ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.